ഹായ് മക്കളെ, വെൽക്കം ടു ഇഗ്നീഷ്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഷാരുൺ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുലയൊക്കെ എടുത്തു. അത് കൃത്യമായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കണക്ക് കൂടിയാണ് ഈ പറയുന്ന സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസിൽ ചോദിച്ചു കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. ഒന്ന് വായിച്ചു. സ്റ്റോഷിയോമെട്രി ഡീൽസ് വിത്ത് ദ കാൽക്കുലേഷൻസ് ഓഫ് മാസസ്, സംടൈംസ് വോളിയം ഓൾസോ, ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻവോൾവ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ, റിയാക്ടന്റുകൾ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അവിടെ നമ്മൾ ആ മാസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വോളിയത്തിലാകാം, ചിലപ്പോൾ മോളിക്യൂളിലാകാം, പാർട്ടിക്കിളിലാകാം, നമ്പേഴ്സിലാവാം, മോളിലാകാം. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആ രീതിയിലൊക്കെ അതിനെ ബാലൻസ് ചെയ്ത് എഴുതുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു ചെറിയ ഐഡിയ കിട്ടിയാൽ മതി. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡെഫിനേഷനോ എന്താണെന്ന് പറഞ്ഞതോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിലൊരു കാര്യമില്ല, അതവിടെ ഇന്നോട്ടെ. നമുക്ക് ഇതിന്റെ കുറച്ച് കണക്കുകൾ പഠിക്കാനുണ്ട്, നമുക്ക് അത് മാത്രമാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിലോട്ട് പോവാലോ. ഓക്കെ, അപ്പോ ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പറയാൻ പോകുന്നത്? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോഷിയോമെട്രി ആണല്ലോ ഉദ്ദേശിക്കുന്നത് റിയാക്ടൻസിന്റെ റിയാക്ട് ചെയ്തുണ്ടാകുന്ന പ്രൊഡക്ട്സിലുള്ള റിയാക്ഷനെ കുറിച്ചാണ് അല്ലെ. അപ്പോൾ ഒരു റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്ന റിയാക്ഷൻസിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകും. ആ റിയാക്ഷൻസ് ഒക്കെ കാണാപ്പാഠം പഠിക്കണം. ചിലപ്പോൾ കണക്ക് ഞാൻ കാണിച്ചു തരുമ്പോൾ ജസ്റ്റ് ആ റിയാക്ഷൻസ് തരില്ല. അത് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വിത്ത് ഈ പറയുന്ന കറക്റ്റ് ബാലൻസിങ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ ഈ റിയാക്ഷൻസ് ഒക്കെ എപ്പോഴും ഗേഷ്യസ് ഫോമിലായിരിക്കും, മീൻസ് STPയിലായിരിക്കും. എന്നാലും മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കും തരിക. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അപ്പോ റിയാക്ഷൻ തന്നിട്ടുണ്ട്. CH4 + 2O2 gives CO2 + 2H2O. എന്താണ് ഈ പറയുന്ന മീഥെയിൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവുന്നു. ഈ സാധനം നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുന്ന ഒരു റിയാക്ഷൻ ആണ് അല്ലെ. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ തൊട്ട് പഠിക്കുന്ന അല്ലെ, ആ ഒരു ഇതിൽ തന്നെ പഠിക്കുന്ന കാര്യമാണ് ഈ മറ്റേ CO2 കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവുന്നത്. നമ്മൾ 10ൽ പഠിക്കുന്നതാണ് അല്ലെ. അപ്പോ ഈ റിയാക്ഷൻസിനെ എനിക്ക് ബാലൻസ് ചെയ്യാം. ഇവിടെ ഞാൻ ബാലൻസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കാം? ഈ ബാലൻസ് ചെയ്തിരിക്കുന്ന ആറ്റം വെച്ചിട്ടൊക്കെ നമ്മൾ ബാലൻസ് ചെയ്തൊരു പരിപാടി ഉണ്ട് അല്ലെ. മുംബൈയിലൊക്കെ ആറ്റംസ് വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നു, ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതേപോലെ ഇതിനെ എനിക്ക് വേറൊരു രീതിയിൽ ബാലൻസ് ചെയ്യാം. നോക്കിക്കേ, 1 mol CH4 ഓക്കെ പ്ലസ് 2 mol O2 reacts with 1 mol CO2 plus 2 mol H2O. ഇങ്ങനെ എനിക്ക് ബാലൻസ് ചെയ്തൂടെ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ശരിയല്ലേ ഞാൻ ബാലൻസ് ചെയ്തത്? അതായത് ഈ പറയുന്ന ഇക്വേഷനെ, ഈ പറയുന്ന STPയിലുള്ള ഇക്വേഷനെ ഞാൻ ബാലൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1 mol CH4 കറക്റ്റ് അല്ലേ? 1 mol CH4 റിയാക്ട്സ് വിത്ത് 2 mol ഓക്സിജൻ. ഒരു ഓക്സിജൻ അല്ല, 2 mol ഓക്സിജൻ. 2 mol ഓക്സിജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 1 mol കാർബൺ ഡൈ ഓക്സൈഡും 2 mol H2 കിട്ടുന്നു. ഐഡിയ മനസ്സിലായോ? അപ്പോ ഈ ഇക്വേഷനെ ഞാൻ മോളിന്റെ കേസിൽ നിന്ന് ബാലൻസ് ചെയ്ത് എഴുതി. ഐഡിയ മനസ്സിലായോ? അതാണ് സ്റ്റോഷിയോമെട്രി ഉദ്ദേശിക്കുക. ഇതേ ആളെ തന്നെ എനിക്ക് വേണമെങ്കിൽ എന്തിലും എഴുതാൻ പറ്റും. ഗ്രാമിൽ വേണമെങ്കിൽ ഇപ്പൊ ഇതേ മോളിൽ ഞാൻ എഴുതി. ഓക്കെ, ഇനി ഗ്രാമിൽ അല്ലെങ്കിൽ വെയിറ്റിൽ ഞാൻ മാസിൽ എഴുതുന്നു. മാസിൽ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ. മാസിൽ നോക്കിക്കുക എങ്ങനെയാണ് ഇത്? എത്രയാണ് CH4 എന്ന് പറയുമ്പോൾ? C എന്ന് പറയുമ്പോഴത്തേനും 12 ആണ് അതിന്റെ അറ്റോമിക് മാസ്. H എന്ന് പറയുമ്പോഴത്തേനും എത്ര വരും? 1 ആണ്. 4 ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേനും 4 വരും. സോ 4 + 12 എത്ര വരും? 16 ഗ്രാം വരും കേട്ടോ. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. 16 ഗ്രാം CH4 റിയാക്ട്സ് വിത്ത് ഒരു O2 എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? O2 എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 32 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2O2 എന്ന് പറയുമ്പോൾ എത്ര വരും? 64 വരും അല്ലെ. 64 ഗ്രാം ഓക്സിജൻ ഗീവ്സ് എത്ര വരും? 64 ഗ്രാം ഓക്സിജൻ ഗീവ്സ് CO2. ഒന്ന് ആലോചിച്ച് നോക്കി. O2 എന്ന് പറയുമ്പോഴത്തേനും 32 + 12 എത്ര വരും? 44 ഗ്രാം CO2 പ്ലസ് എന്തും കൂടി കിട്ടും? വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഓക്സിജൻ 16 ആണ്. 2 ഹൈഡ്രജൻ വരുമ്പോഴത്തേനും 18 വരും. ഇതിന്റെ 2 ഇരട്ടിയാണ്, 2 മോൾ എന്നാണ് പറഞ്ഞേക്കണം അല്ലെ. അപ്പൊ 2 × 18 എത്ര വരും? 36 വരും അല്ലെ. 36 ഗ്രാം H2O.
അപ്പൊ ഞാൻ ഇതിനെ എന്തിലും എഴുതി, മാസിലും എനിക്ക് ബാലൻസ് ചെയ്യാം അല്ലെ. മാസിൽ ബാലൻസ് ചെയ്തു, വല്ല തെറ്റുണ്ടോ? ശരിയല്ലേ ഞാൻ എഴുതിയത്. അതായത് 16 ഗ്രാം CH4 64 ഗ്രാം 64 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 36 ഗ്രാം 36 ഗ്രാം H2O ഉണ്ടാകുന്നു. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതില്? വല്ല തെറ്റുണ്ടോ? ശരിയല്ലേ. അതായത് ഈ പറയുന്ന ഇക്വേഷനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന, ആറ്റംസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ബാലൻസ് ചെയ്യുന്നതും മോളിന്റെ കേസിൽ ബാലൻസ് ചെയ്യുന്നതും മാസിന്റെ കേസിൽ ബാലൻസ് ചെയ്യുന്നതും ഒക്കെ ശരിയല്ലേ. എപ്പോ STPയിലുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ മാത്രം ശരിയാ, STPയിലുള്ള ഒരു റിയാക്ഷൻ ആണെങ്കിൽ മാത്രം ശരിയല്ലേ. ഓക്കെ അല്ലേ. ഇതേ ആളെ തന്നെ എനിക്ക് വേണമെങ്കിൽ എന്തിലും ചെയ്യാൻ പറ്റും, വോളിയത്തിൽ ചെയ്തൂടെ? എന്തെങ്കിലും ചെയ്യാൻ പറ്റും വോളിയത്തില്. അതായത് 1 മോൾ വോളിയം അറ്റ് STP എന്നുള്ള സാധനം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 1 മോൾ വോളിയം അറ്റ് STP എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? 22.4 ലിറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ആലോചിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് ഈ സാധനം? എത്രയുണ്ട്? 22.4 ലിറ്റർ അല്ലെ. 1 മോൾ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ. അപ്പൊ നോക്കി ഇവിടെ CH4 എത്ര മോൾ ഉണ്ട്? 1 മോൾ ഉണ്ട് അല്ലെ. അപ്പൊ 22.4 ലിറ്റർ CH4 ഓക്കെ റിയാക്ട്സ് വിത്ത് എത്ര മോൾ O2 ഉണ്ട് ഇവിടെ? 2 മോൾ ഇല്ലേ. അപ്പൊ 1 മോൾ 22.4 ലിറ്റർ ആണെങ്കിൽ 2 മോൾ എത്രയാവും? ഇൻറ്റു 2 മൾട്ടിപ്ലൈഡ് വിത്ത് 2 എത്ര കിട്ടും? 44.8 ലിറ്റർ O2 gives 1 മോൾ CO2 22.4 ലിറ്റർ CO2 പ്ലസ് എന്ത് H2O കൂടി കിട്ടും. എത്ര H2O? 44.8 ലിറ്റർ H2O. എന്തുകൊണ്ടാണ് 44.8 ലിറ്റർ വന്നത്? 2 മോൾ ഉണ്ട്. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഞാൻ എന്തിന്റെ ബേസിലും ഇതിനെ ബാലൻസ് ചെയ്തു? വോളിയത്തിന്റെ ബേസിലും ബാലൻസ് ചെയ്തു. വോളിയത്തിന്റെ ബേസിൽ ബാലൻസ് ചെയ്യുമ്പോൾ ഷുവർ ആയിട്ടും ഈ ഇക്വേഷൻ എന്തിലായിരിക്കണം? STPയിലായിരിക്കണം, അല്ലാതെ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഐഡിയ മനസ്സിലായോ? അപ്പോ ഒരു ഇക്വേഷനെ എനിക്ക് പല രീതിയിൽ ബാലൻസ് ചെയ്യാം. മാസിന്റെ ബേസിൽ പല മാസിന്റെ കേസിൽ ബാലൻസ് ചെയ്യാം, വോളിയത്തിന്റെ കേസിൽ ബാലൻസ് ചെയ്യാം, മോളിന്റെ കേസിൽ ബാലൻസ് ചെയ്യാം. അതാണ് ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. ഇത് എഴുതാൻ പഠിക്കണം, എന്നാലേ ഇതിന്റെ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എഴുതാൻ പഠിച്ചാൽ മതി. ഇതിന്റെ കൂടുതൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഗേഷ്യസിലുള്ള സ്റ്റേറ്റ്സിലുള്ള ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനെ മോളിന്റെ കേസിലും ഗ്രാമിന്റെ കേസിലും വോളിയത്തിന്റെ കേസിലും ഒരാളും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അപ്പൊ ഒരെണ്ണവും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. 4 ടൈപ്പ് കേട്ടോ. ഒന്ന് ഈ പറയുന്ന 1 മോളിക്യൂളിന്റെ കേസിൽ, മോളിന്റെ കേസിൽ നമ്മൾ എഴുതി. ഇതേപോലെ തന്നെ എനിക്ക് എഴുതിക്കൂടെ? CH4 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ അല്ലേ. അപ്പൊ 1 മോളിക്യൂൾ CH4 2 മോളിക്യൂൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 1 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോളിക്യൂൾ വാട്ടറും കിട്ടുന്നു. അപ്പൊ 4 ടൈപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഒന്ന് ഞാൻ അതിന്റെ മോളില് അതിനെ ഒന്ന് ബാലൻസ് ചെയ്തു, അതേപോലെ മാസില് അതിനൊന്ന് ബാലൻസ് ചെയ്തു, നേരത്തെ ഞാൻ വോളിയത്തില് അതിനൊന്ന് ബാലൻസ് ചെയ്തു STPയിലാണെങ്കിൽ, അതേപോലെ മോളിക്യൂളിലും എനിക്ക് ഇതേപോലെ ബാലൻസ് ചെയ്യാം. ഒരെണ്ണം കൂടി ഉണ്ട് പാർട്ടിക്കിൾസിൽ വേണേ ചെയ്യാം. ആലോചിച്ച് നോക്കി. അതായത് 1 മോൾ എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിൾ ആണ്? ഓർമ്മയുണ്ടോ? അവഗാഡ്രോ നമ്പർ ഞാൻ എഴുതി വെച്ചൊരു കാര്യം ഓർമ്മയുണ്ടോ? 6.022 into 10⁻23 അല്ലെ. അപ്പോ 6.022 into 10⁻23 CH4 റിയാക്ട് വിത്ത് ഇവിടെ 2 മോളായി. അപ്പൊ എങ്ങനെ വരും? 2 into 6.022 into 10⁻23 ഓക്സിജൻ ഗീവ്സ്, ഇവിടെ 1 മോൾ തന്നെയാണ്, gives 6.022 into 10⁻23 CO2 plus 2 into 6.022 into 10⁻23 water. ഇങ്ങനെയും എഴുതിക്കൂടെ? അപ്പൊ 5 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനെ നമുക്ക് അതിന്റെ സ്റ്റോഷിയോമെട്രി എഴുതാനായിട്ട് സാധിക്കും. അതിന്റെ മാസ് എഴുതി വെച്ചിട്ട്, അല്ലെങ്കിൽ വോളിയം, അല്ലെ മോള്, മോളിക്യൂള്, പാർട്ടിക്കിൾ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം? ഇതേപോലെ ഓരോന്നിന്റെ ബാലൻസ് ചെയ്യുക ഇക്വേഷൻസ്. അത് തന്നെ ആറ്റംസ് വെച്ച് ചിലപ്പോൾ ബാലൻസ് ഇക്വേഷൻ ആയിരിക്കില്ല തരുന്നത്, തരുമായിരിക്കും, അങ്ങനെയല്ല, അങ്ങനെ തന്നില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാലൻസ് ചെയ്യുക ഇക്വേഷൻസ്. ആദ്യം ആറ്റംസ് വെച്ച് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റോഷിയോമെട്രി എഴുതാനായിട്ട് പഠിക്കണം. എന്നിട്ടാണ് നമ്മൾ കണക്കിലോട്ട് പോവുക. ഐഡിയ മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തൊരു ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. N2 + 3H2 gives 2NH3. ചിലപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് തരുന്നത് N2 + H2 NH3 അങ്ങനെ ആയിരിക്കും. നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യണം. ഇത് 9ാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ് ഇക്വേഷൻ, മറക്കരുത്. അപ്പൊ ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ കാണിച്ചു, മീഥൈൻ്റെ, അതേപോലെ അമോണിയയുടെ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ 3 ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചു വെക്കുക. ചിലപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ തരുന്നെന്ന് വരില്ല. ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ ഇക്വേഷൻ ചിലപ്പോൾ തന്നെന്ന് വരില്ല. ചിലപ്പോൾ അതിന് റിലേറ്റബിൾ ആയിട്ടുള്ള O2 N2 അങ്ങനെയുള്ള ചില സാധനങ്ങൾ മാത്രം ചിലപ്പോൾ തരാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ. അപ്പൊ ഇതിനെ നിങ്ങൾ ഞാൻ നേരത്തെ എഴുതി വെച്ച അതേ സ്റ്റോഷിയോമെട്രികളിൽ ഒന്ന് എഴുതി നോക്കിക്കേ. അപ്പൊ ഞാൻ ഇത് വേണമെങ്കിൽ ആദ്യത്തെ മോളിൽ എഴുതുന്നു അല്ലെ. 1 മോൾ N2 പ്ലസ് 3 മോൾ H2
gives 2 mole NH3. അല്ലെ, നിങ്ങൾ ഇത് എഴുതി നോക്കുക. ഞാൻ ഒരെണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ബാക്കിയുള്ളത് ഇതേപോലെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അല്ലെ, അടുത്തത് ഇപ്പൊ ഞാൻ മോളിൽ എഴുതി, ഞാൻ ബാക്കി എഴുതുന്നില്ല, മോളിൽ എഴുതി. അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസിൽ എഴുതാം. അല്ലെ, എത്ര മാസം ഉണ്ടെന്നുള്ള 28 ഗ്രാം N2 പ്ലസ് അങ്ങനെ 6 ഗ്രാം H2 അങ്ങനെ എഴുതി പോവാം. ഓക്കെ, അതേപോലെ അതിനടുത്തത് മോളിക്യൂൾ എഴുതുക. അല്ലെ, 1 മോളിക്യൂൾ 2 മോളിക്യൂൾ N2, 1 മോളിക്യൂൾ N2, 3 മോളിക്യൂൾ H2, 2 മോളിക്യൂൾ NH3 അങ്ങനെ എഴുതാം. അതേപോലെ വോളിയത്തിൽ എഴുതാം. അല്ലെ, ആദ്യത്തേൽ 1 മോൾ ആയതുകൊണ്ട് എന്തിലാണ് 22.4 ലിറ്റർ N2, അതേപോലെ 22.4 ലിറ്റർ N2 3 എത്രയാണെന്ന് നോക്കാതെ അങ്ങനെ ഓരോന്നിന്റെയും എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കണക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ മെനി ഗ്രാംസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ O2 നീഡഡ് ടു റിയാക്ട് വിത്ത് 80 ഗ്രാം ഓഫ് CH4. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ് ആ ഇക്വേഷൻ എന്നാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ കാണുമ്പോൾ തന്നെ അറിയാലോ ഇവിടെ മീഥേനും ഓക്സിജനും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് തിങ്. അപ്പൊ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി വെക്കുക. നോക്കിക്ക് എന്തായിരുന്നു ഇക്വേഷൻ? CH4 plus 2O2 gives CO2 plus 2H2. അല്ലെ, ഇതായിരുന്നു ആ ഇക്വേഷൻ. ഇത് എഴുതി വെക്കാന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ഇക്വേഷന് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഹൗ മെനി ഗ്രാംസ് ഓഫ് ഓക്സിജൻ നീഡഡ് ടു റിയാക്ട് വിത്ത് 80 ഗ്രാം ഓഫ് CH4. അതായത് 80 ഗ്രാം CH4ഉമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം? സിമ്പിൾ കാര്യമാണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾക്ക് ആലോചിക്കാം, ഈ ഭാഗത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. 1 മോൾ CH4 റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മോൾ ഓക്സിജൻ വേണം അല്ലെ. അപ്പൊ 80 ഗ്രാം CH4, 80 ഗ്രാം ആണ്, മോളല്ല നിൽക്കണേ, 80 ഗ്രാം CH4 റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം എന്നാണ്. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിവിടെ ഗ്രാമിൽ എഴുതാം. അല്ലെ, ഞാൻ ഗ്രാമിൽ ആദ്യം എഴുതുന്നു. ഈ പറയുന്ന സ്റ്റോഷിയോമെട്രി എഴുതാം. ഗ്രാമില് 16 ഗ്രാം CH4 അല്ലെ. 16 എങ്ങനെ കിട്ടി? 16 എങ്ങനെ കിട്ടി? കാർബണിന്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാണ്? 4 അല്ലെ, 1 ആണ് ഇവിടെ, 4 ജസ്റ്റ് 4, 12 പ്ലസ് 4 16 ഗ്രാം പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. O2 എന്ന് പറയുമ്പോൾ 32 ആയി. 32 into 2 എന്ന് പറയുമ്പോൾ എത്രയായി? 64 ഗ്രാം ആയി അല്ലെ. 64 ഗ്രാം ഓക്സിജൻ gives, അതേപോലെ തന്നെ 44 ഗ്രാം CO2. എങ്ങനെയാണെന്നൊക്കെ അറിയാലോ, മോളിക്കുലർ മാസ് കാണുന്ന രീതിയാണ് കേട്ടോ. അതേപോലെ എത്ര വരും? 36 ഗ്രാം H2O. എങ്ങനെ വന്നു 36? H2O എന്ന് പറയുമ്പോഴത്തേന് എത്ര വരും? 16 plus 2 18 ആണ്. 18 into 2 36 ഗ്രാം ഓഫ് H2O. അപ്പൊ ഇതാണ് അതിന്റെ മാസിന്റെ സ്റ്റോഷിയോമെട്രി. അതേപോലെ ഞാൻ മോളിലും ഒന്ന് എഴുതുകയാണ്. ചിലപ്പോൾ അതിന്റെ ആവശ്യം വരില്ല, അതിന്റെ ആവശ്യം വരില്ല, വേണമെങ്കിൽ നിങ്ങൾ എഴുതാം. ചിലപ്പോ ഇതിന്റെ ഒരു ട്രാക്ക് കിട്ടിക്കഴിയുമ്പോൾ മോളിൽ ചെയ്ത് ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. നമ്മൾ മാത്സിൽ നമുക്ക് എന്തുണ്ട്, ഒരു യൂണിവേഴ്സൽ ഫ്രീഡം ഉണ്ട് അല്ലെ, എങ്ങനെ വേണമെങ്കിലും കണ്ടെത്താം നമുക്ക് ആൻസേഴ്സ്. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രാക്ക് കിട്ടി കഴിയുമ്പോൾ പല രീതിയിലും ആൻസേഴ്സ് കുട്ടികൾ കൊണ്ട് തരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ അറിയാത്തവരോട് ശ്രദ്ധിക്കുക. ഇനി ഇതില് പറയുന്ന കാര്യത്തിലുള്ള 80 ഗ്രാം CH4 എത്ര ഗ്രാം ഓക്സിജൻ വേണ്ടി വരും? അപ്പൊ ആദ്യം നോക്കുക, ഇക്വേഷൻ പ്രകാരം, ശരിക്കുമുള്ള ഇക്വേഷൻ പ്രകാരം 16 ഗ്രാം മീഥേന് CH4ന് 64 ഗ്രാം ഓക്സിജൻ വേണം. വെറും 64 ഗ്രാം CH4ന് എത്ര ഗ്രാം ഓക്സിജൻ വേണം? 64 ഗ്രാം വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം CH4ന് എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്ന് കണ്ടെത്തിയാൽ അതേ ഇൻറ്റു 80 ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അതായത് 1 ഗ്രാം CH4ന് എത്ര ഓക്സിജൻ വേണം എന്നുള്ള റേഷ്യോ കണ്ടെത്തി കഴിഞ്ഞാൽ അതേ മൾട്ടിപ്ലൈഡ് വിത്ത് 80 ചെയ്താൽ പോരെ നമുക്ക് എത്ര ഓക്സിജൻ വേണം എന്ന് അറിയാനായിട്ട് അല്ലെ. ഐഡിയ മനസ്സിലായാലോ? അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ ആദ്യം എഴുതി വെക്കുകയാണ്. ഒന്ന് സ്റ്റെപ്പ് ഒക്കെ ഒന്ന് എഴുതുന്നത് വളരെ നല്ലതാണ് കേട്ടോ. 16 ഗ്രാം CH4 needs 64 gram oxygen അല്ലെ. Therefore 1 gram CH4 needs 64 by 16 gram oxygen. That means 4 gram oxygen. 4 ഗ്രാം ഓക്സിജൻ വേണം എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന 1 ഗ്രാം CH4നുമായിട്ട് റിയാക്ട് ചെയ്യാൻ. ഐഡിയ കിട്ടിയല്ലോ? ആൻസർ ഇപ്പോഴും ആയിട്ടില്ല, തികഞ്ഞിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. പകുതിയല്ല, ഒരു 3/4 ഭാഗമായി. ഓക്കെ, അതായത് 1 ഗ്രാം CH4നുമായിട്ട് റിയാക്ട് ചെയ്യാൻ 4 ഗ്രാം ഓക്സിജൻ വേണമെങ്കിൽ 80 ഗ്രാം CH4നുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? ദാറ്റ്സ് ഈക്വൽ ടു, therefore 80 ഗ്രാം ഓഫ് CH4 നീഡ്സ്, ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് എഴുതുന്നതാണ് കേട്ടോ,
4 into 80, that's equal to 320 gram oxygen. O2 അടിയിൽ എഴുതണേ, ഞാൻ അവിടെ എഴുതി പോയെന്നുള്ളൂ. ഓക്കെ, 320 gram ഓക്സിജൻ. അപ്പൊ എത്രയാണ് നമ്മുടെ ആൻസർ വരിക? 320 gram ഓക്സിജൻ വേണം. ഇത്രയേ ഉള്ളൂ. ഐഡിയ മനസ്സിലായോ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ പണ്ട് ചെയ്ത മാത്സിന്റെ ഒക്കെ അതേ സ്റ്റെപ്പുകൾ പോലെ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കെമിസ്ട്രി മറ്റേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ആൾക്കാരുടെ പേരിന് പകരം അവിടെ മീഥേന്, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ അങ്ങനെയുള്ള ചില ആൾക്കാർ വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഈ PSC ചോദ്യം പോലെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ are required to produce 22 gram of carbon dioxide after combustion. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം മീഥേനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വരുന്ന ഒരൊറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആ ഇക്വേഷൻ ഒന്നും കൂടെ ഒന്ന് എഴുതി വെച്ചിരിക്കുക. ഓക്കെ, എന്താണ് ആ ഇക്വേഷൻ? CH4 plus 2O2 gives CO2 plus 2H2O. ഇതാണല്ലോ ഇക്വേഷൻ. അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇക്വേഷൻ എഴുതി വെക്കാന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞില്ല. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് നോക്കിയേ. 22 gram ഓഫ് CO2 കിട്ടണമെങ്കിൽ എത്ര മോൾ മീഥേൻ ആവശ്യമാണ്? ഇവിടെ മോളും ഗ്രാമും ഒക്കെ മിക്സ് ചെയ്ത് തന്നേക്കണേ. അപ്പൊ നമുക്ക് മനസ്സിലായി മോളിലും ഗ്രാമിലും സ്റ്റോഷിയോമെട്രി എഴുതണം. ഇതാണ് ആദ്യത്തെ ഐഡിയ കേട്ടോ. മോളിലും ഗ്രാമിലും സ്റ്റോഷിയോമെട്രി ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഐഡിയ. ഓക്കെ, പറ മനസ്സിലായല്ലോ. അപ്പൊ നോക്കുക, എത്ര മോൾസ് മീഥേൻ ആവശ്യമാണ് 22 gram ഓഫ് CO2 കിട്ടാൻ? അതായത് മീഥേൻ ഓക്സിജനുമായിട്ട് കത്തിക്കരിഞ്ഞു കഴിയുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അപ്പൊ എത്ര മോൾസ് മീഥേൻ കത്തിച്ചാലാണ് 22 gram ഓഫ് CO2 മാത്രം കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് അതിന്റെ സ്റ്റോഷിയോമെട്രികളാണ്. അത് എഴുതി വെക്കാം. മോൾസിൽ ആദ്യം എഴുതുന്നു. ഞാനിവിടെ മൊത്തം എഴുതുന്നില്ല കേട്ടോ. 1 മോൾ ഇയാള് പ്ലസ് ഇനി അത് എഴുതിയില്ല എന്ന് വേണ്ട. 2 മോൾ ഓക്സിജൻ gives 1 mol CO2 plus 2 mol H2O. ഓക്കെ, അതേപോലെ ഗ്രാമിലും എഴുതി വെച്ചിരിക്കാം. 16 gram CH4 plus 64 gram oxygen gives 44 gram CO2 plus 36 gram H2O. അപ്പോ ഇനി കണ്ടെത്തേണ്ടത്, ചിലവർ ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് ചിലപ്പോൾ മോളിൽ തന്നെ കണ്ടെത്തും ഈ സാധനം. ശ്രദ്ധിക്കാതെ എന്താണെന്നുള്ളത്. അതായത് 1 മോൾ CH4 റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് 1 മോൾ CO2 തന്നെയാണ്. ഐഡിയത്തിൽ ശ്രദ്ധിക്കണോട്ടോ. വളരെ സിമ്പിൾ ആണ് ഈ സാധനം. 1 മോൾ CH4 റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് 1 മോൾ CO2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ CH4 എത്രയാണോ ആ കറക്റ്റ് റേഷ്യോ ഓഫ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര മോൾ CO2 ഉണ്ടാവും? 2 മോൾ ഉണ്ടാവും. അങ്ങനെയാണ് 3 മോൾ CH4 എടുത്താൽ 3 മോൾ ഉണ്ടാവും CO2. 4 മോൾ എടുത്താൽ 4 മോൾ CO2 ഉണ്ടാവും. 5 മോൾ എടുത്താൽ 5 മോൾ CO2 ഉണ്ടാവും. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി ഞാൻ 0.5 മോൾ CH4 ആണ് എടുത്തെങ്കിൽ 0.5 മോൾ CO2 ഉണ്ടാവുന്ന രീതിയിലായിരിക്കും റിയാക്ഷൻ വരിക. ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ എടുക്കുന്ന റേഷ്യോ തമ്മിൽ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ എഴുതുകയാണ് 44 gram CO2 എന്ന് പറയുന്നത് ഈസ് 1 മോൾ. ഒരു ഐഡിയ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ therefore 22 gram of CO2 is 22 by 44 മോൾ ആണ് അല്ലെ? നമ്മുടെ GAM പരിപാടിയാണ് അല്ലെ? GMM പരിപാടിയാണ് ഈ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര വരും? 0.5 മോൾ എന്ന് വരും. ഐഡിയ മനസ്സിലായോ? ഓക്കെ, അതായത് ഈ 22 gram CO2 എന്ന് പറയുന്നത് 22 divided by 44 മോൾസ് ആണ്. ദാറ്റ് മീൻസ് 0.5 ഉള്ളൂ. അതായത് 1 മോൾ 44 ആണെങ്കിൽ 22 എന്ന് പറയുന്നത് അതിന്റെ പകുതിയല്ലേടാ. 0.5 മോൾ CO2 അല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിതൊന്ന് മാറ്റി എഴുതുകയാണ്. അതെ, ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊന്ന് എഴുതി കാണിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 മോൾ CH4 1 മോൾ CO2 ഉണ്ടാക്കുകയാണെങ്കിൽ 0.5 മോൾ CO2 ഉണ്ടാക്കണമെങ്കിൽ എത്ര CH4 അവിടെ ഉണ്ടായിരിക്കണം? 0.5 മോൾ CH4 അല്ലേ? ഐഡിയ മനസ്സിലായ? അതായത് therefore 1 mole CH4 produces 1 mole CO2. Therefore 0.5 mole CH4 produces 0.5 mole CO2. എഴുതി വെച്ചാൽ മതി, ആൻസർ ആയി അല്ലെ? അത്രേ ഉള്ളൂ.
ആൻസർ ആയി. അപ്പോ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ആൻസേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും. ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പൊ എത്ര മോൾസ് മീഥേൻ ആവശ്യമാണ് എന്നുള്ളതിന് സിമ്പിൾ ആയിട്ട് കിട്ടി. 0.5 മോൾസ് ആവശ്യമുള്ളൂ. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണ് വിചാരിക്കുന്നു. എളുപ്പല്ലേ? അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് NH3 gas, ammonia gas, produced at STP when 140 gram of N2 react with the H2 gas. ഓക്കെ, അപ്പൊ ചോദ്യം ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലായി ഏതായിരിക്കും ആ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേക്കാം നമുക്ക്. N2 പ്ലസ്, അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. N2 പ്ലസ് 3H2 gives 2NH3. ബാലൻസ് ചെയ്തുള്ള ഇക്വേഷൻ തന്നെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രി ഇവിടെ എഴുതേണ്ടത്. Calculate the volume of NH3 gas produced at STP when 140 gram of N2 react with H2 gas. അപ്പൊ ഗ്രാമും വോളിയവും തന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ചിലവര് ഗ്രാമും വോളിയം എഴുതും, ചിലവര് മോളും. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ച് മുമ്പ് മനസ്സിലാവും. മോള് വെച്ച് ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടാം. അപ്പൊ ഇവിടെ വേണമെങ്കിൽ 3 രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇവിടെ എടുക്കുന്നത് മോളിലുള്ളതാണ്. മോളിലുള്ളതും ഗ്രാമിലുള്ളതും ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ചിലവർ വോളിയത്തിലുള്ളതും കൂടി എടുത്തോ കുഴപ്പമില്ല. ഞാൻ അത് ലാസ്റ്റിലേക്ക് ഇടുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം മോളിലുള്ള സ്റ്റോയിഷ്യോമെട്രി എഴുതുന്നു. 1 മോൾ N2 പ്ലസ് 3 മോൾ H2 gives 2 മോൾ NH3. ഇതിന്റെ എളുപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഗ്രാമിൽ എടുക്കുന്നു. 28 gram N2 പ്ലസ് 6 gram H2 gives, ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേനും 34 gram NH3 വരും. ഓക്കെ, 2 രീതിയിൽ എടുത്തു. ഇനി വോളിയത്തിൽ എടുത്തോ കുഴപ്പമില്ല, ചിലപ്പോൾ അതിലും എളുപ്പത്തിൽ കിട്ടാം. ഞാൻ ഇതിൽ എളുപ്പത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. കാരണം പറഞ്ഞുതരാം, ചോദ്യം ഇത്രേ ഉള്ളൂ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് NH3 ഗ്യാസ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് വളരെ സാമ്യമുണ്ട്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് NH3 ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് STP when 140 gram of N2 reacts with H2 gas. 140 gram of N2 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ, അതേ റേഷ്യോയിൽ റിയാക്ട് ചെയ്താൽ എത്ര വോളിയം ഓഫ് NH3 കിട്ടും എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. 28 gram of N2 6 gram H2 ആയിട്ട് റിയാക്ട് ചെയ്താൽ 34 gram NH3 ഉണ്ടാകുന്നു. അവിടെ വോളിയം അല്ല തന്നിരിക്കുന്നത്, പക്ഷെ ഇത് വോളിയം ആയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതുണ്ടായത് ആ 34 gram NH3 എന്ന് പറയുന്നത് 2 മോൾ NH3 ആണ്, which means 22.4 into 2, that's 44.8 ലിറ്റർ NH3 ആണ് ഉണ്ടായത്. അപ്പോ ഇവിടെ 140 ഗ്രാം N2 എടുത്തപ്പോൾ എത്ര ഗ്രാം NH3 കിട്ടി എന്ന് മനസ്സിലാക്കിയാൽ, അതിൽ നിന്ന് അതിന്റെ മോളിന്റെ എണ്ണം മനസ്സിലാക്കിയാൽ അതേ ഇൻറ്റു 22.4 ലിറ്റർ ചെയ്താൽ പോരെ. ഐഡിയ മനസ്സിലായോ? ചിലപ്പോൾ കത്തിന്ന് വരില്ല, ഞാൻ പറഞ്ഞുതരാം. 1 മോൾ N2 2 മോൾ NH3 ഉണ്ടാക്കുന്നു. ഓക്കെ, 3 മോൾ N2 എത്രയാണ്? 6 മോൾ NH3 ഉണ്ടാക്കും. 5 മോൾ N2 എത്ര മോൾ NH3 ഉണ്ടാക്കും? 10 മോൾ NH3 ഉണ്ടാക്കും അല്ലേ? അപ്പോ 1 മോൾ N2 എന്ന് പറയുന്നത് 28 ഗ്രാം N2 ആണെങ്കിൽ 140 ഗ്രാം ഓഫ് N2 എന്ന് പറയുന്നത് എത്ര മോളാണെന്ന് കണ്ടെത്തിയാൽ അതിന്റെ ഇരട്ടി ആയിരിക്കില്ലേ ഉണ്ടായ അമോണിയയുടെ മോൾ എന്ന് പറയുന്നത്. അതേ ഇൻറ്റു വോളിയം ചെയ്താൽ പോരെ. എളുപ്പമല്ലേ? ഐഡിയ മനസ്സിലായല്ല? ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, ഞാനിവിടെ എഴുതുകയാണ്. 1 മോൾ N2 ഈസ് 28 ഗ്രാം. Therefore 140 gram N2 is 140 divided by 28, that's equal to 5 mole N2. അപ്പോൾ 140 ഗ്രാം N2 എന്ന് പറയുന്നത് 5 മോൾ N2 ആണ്. ഓക്കെ, അതായത് 140 ഗ്രാം N2 എന്ന് പറയുന്നത് 5 മോൾ N2 ആണ്. Therefore ഞാൻ പറയുന്നത് 1 മോൾ N2 2 മോൾ NH3 ഉണ്ടാക്കും, 2 മോൾ N2 4 മോൾ ഉണ്ടാക്കും, 3 മോൾ N2 6 മോൾ ഉണ്ടാക്കും, 5 മോൾ N2 10 മോൾ NH3 ഉണ്ടാക്കും. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ എൻ്റെ ഇക്വേഷൻ ഇവിടെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതുകയാണ്, ശ്രദ്ധിക്കുക. Therefore 5 മോൾ N2 produces എത്ര? 10 മോൾ NH3. ഓക്കെ ആണോ? ഓക്കെ ആണോ? Therefore 10 into 22.4 liter of NH3, that's equal to 224 liter. സിമ്പിൾ അല്ലേ? ഭയങ്കര എളുപ്പമല്ലേ കണക്കുകളൊക്കെ? ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇതിന്റെ എളുപ്പ വഴികൾ നമുക്ക് കിട്ടും. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതേപോലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റിംഗ് റിയാക്ഷൻ ആണ് പറയുന്നത്. അതും ഇതേപോലെ കുറച്ച് കണക്കുകളാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.